ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ബസ്സിൽ വെച്ച് യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപണത്തിന് പിന്നാലെയാണ് ആത്മഹത്യ. തിരക്കുള്ള ബസ്സിൽ യുവതി ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചിരുന്നു. സംഭവത്തിന് ശേഷം ദീപക് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. വിവരങ്ങളുമായി അർജുൻ ചേരുകയാണ്. അർജുൻ, എന്താണ് കുടുംബം പറയുന്നത്? ഒപ്പം പോലീസ് നൽകുന്ന വിശദീകരണവും എന്താണ് ഈ വിഷയത്തിൽ? നീലിമ, ഒരു ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ വളരെയേറെ പ്രചാരം നേടിയത്. ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ അടക്കം പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇയാൾ വലിയ മനോവിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ അടക്കം പറയുന്നത്. അതായത് ഈ ദീപക് വലിയ മനോവിഷമത്തിലായിരുന്നു. ഇത്തരത്തിൽ യുവതിയുടെ അടുത്ത് നിൽക്കുന്നു, യുവതിയുടെ ദേഹത്ത് സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ, ആ തരത്തിലുള്ള ഒരു വീഡിയോയാണ് ആ യുവതി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സെൽഫി ആയിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോയാണ്. ആ വീഡിയോയാണ് ഫേസ്ബുക്കിൽ അടക്കം പരസ്യപ്പെടുത്തിക്കൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇതിങ്ങനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഇട്ടത്. അതിൽ വലിയ ഒരു മനോവിഷമം ദീപകിനുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബന്ധുക്കളും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. അതേ തുടർന്നാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ ദീപക് ഈ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു സംഭവം നീങ്ങിയത്. നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരുന്നു. നേരത്തെയും സമൂഹ മാധ്യമങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുകയും തുടർന്ന് മറ്റൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു സംഭവം പ്രചരിപ്പിക്കുകയും അത് പിന്നീട് തെറ്റാണെന്നുള്ള കാര്യമൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് തികച്ചും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതടക്കമാണ് ഇവരുടെ ഈ മാതാപിതാക്കളടക്കം ബന്ധുക്കളടക്കം പറയുന്നത്. കൃത്യമായ അന്വേഷണം വേണം, അന്വേഷിച്ച് എന്താണ് പ്രശ്നം എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് കണ്ടെത്തണം എന്നുള്ളതാണ് ഈ ബന്ധുക്കളുടെ ആവശ്യം. നീലിമ. അർജുൻ, ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വിശദീകരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? നീലിമ, ഇതുവരെയും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സൈബർ പോലീസിന്റെ അടുത്തായിരിക്കാം ഈ കേസ് എത്തുക. തുടർന്ന് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. വീഡിയോ അടക്കം പരിശോധിച്ചുകൊണ്ട് ശാസ്ത്രീയമായ പരിശോധന നടത്തിക്കൊണ്ട് മാത്രമല്ല യുവതിയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ലഭിക്കേണ്ടതുണ്ട്. യുവതി എവിടെയാണ് താമസം എന്നുള്ളതടക്കം നിരീക്ഷിച്ചുകൊണ്ട് യുവതിയെ ചോദ്യം ചെയ്യുന്നതിലടക്കം തുനിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ അർജുൻ.